إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. بسم الله الرحمن الرحيم. وتعاونوا على البر والتقوى ولا تعاونوا على الإثم والعدوان واتقوا الله إن الله شديد العقاب. സ്നേഹമുള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ, അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളുമെല്ലാം കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പകർത്തി തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കണമേ എന്ന് എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ നിയമനിർദ്ദേശങ്ങളെല്ലാം യഥാവിധി പാലിച്ച് ജീവിക്കുന്ന സത്യവിശ്വാസികളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരന്മാരെ, സഹോദരിമാരെ, സമൂഹവുമായി ബന്ധപ്പെട്ട് സമൂഹത്തിലെ ഒരു അംഗമായി ജീവിക്കുന്ന രൂപത്തിലാണ് മനുഷ്യരാകുന്ന നമ്മയൊക്കെ അല്ലാഹു തആല ഈ ഭൂമിയിൽ സൃഷ്ടിച്ചിട്ടുള്ളത്. നമുക്ക് സമൂഹത്തിന്റെ ഒരു ഭാഗമാണ്. നാം എല്ലാം കൂടി ചേരുന്നതാണ് സമൂഹം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സമൂഹത്തിന്റെ ഒരു ഭാഗമായി ജീവിക്കുന്ന രൂപത്തിലാണ് മനുഷ്യന്റെ ജീവിതം അല്ലാഹു തആല ഇവിടെ സംവിധാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും വ്യക്തമായ മാർഗങ്ങളും നിർദ്ദേശങ്ങളും സമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്ന മതമാണ് പരിശുദ്ധ ഇസ്ലാം എന്നതുകൊണ്ട് തന്നെ ജീവിതത്തിൽ മനുഷ്യൻ സമൂഹവുമായി ഇടപെടുമ്പോൾ അല്ലെങ്കിൽ സമൂഹവുമായി ബന്ധപ്പെടുമ്പോൾ മനുഷ്യൻ പാലിക്കേണ്ട പല കടമകളും മര്യാദകളും ഇസ്ലാം നമ്മുടെ മുമ്പിൽ വരച്ചു കാട്ടിയതായി കാണാൻ സാധിക്കും. അങ്ങനെ ഇസ്ലാം നമ്മുടെ മുമ്പിൽ നിർദ്ദേശിച്ച ആ നിർദ്ദേശങ്ങളും ആ കടമകളും കടപ്പാടുകളും എല്ലാം നമ്മൾ നിർവഹിക്കുമ്പോൾ മാത്രമാണ് സമൂഹം സ്വസ്ഥതയും സമാധാനവും നിറഞ്ഞ അന്തരീക്ഷത്തിലുള്ള ഒരു സമൂഹമായി മാറുക. അതുകൊണ്ട് തന്നെ സമൂഹം നന്നാവണമെങ്കിൽ സമൂഹത്തിലെ ഓരോ വ്യക്തികളും നന്നായിക്കൊണ്ടേയിരിക്കണം. സമൂഹത്തിലെ വ്യക്തികൾ നന്നാകുമ്പോഴാണ് സമൂഹം മൊത്തത്തിൽ നന്നാകുന്നത്. അതുകൊണ്ടാണ് സമൂഹവുമായി ബന്ധപ്പെടുമ്പോൾ മനുഷ്യൻ പാലിക്കേണ്ട ധാരാളം കാര്യങ്ങൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വിവരിച്ചു തരുന്നത് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. മാത്രവുമല്ല, സമൂഹത്തിൽ എങ്ങനെ ഇടപെടണം,
എന്നതിനെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ നിർദ്ദേശിച്ച ഒരായത്താണ് തുടക്കത്തിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ സൂറത്തുൽ മാഇദയിൽ നിന്ന് ഓതിവെച്ചത്. അല്ലാഹു തആല ആയത്തിൽ പറയുന്നത് നോക്കൂ, വതആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. ഗുണകരമായ കാര്യങ്ങളിലും തഖ്വയിലും നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കണം, സഹകരിക്കണം. ഗുണകരമായ കാര്യമാണ് എന്ന് കണ്ടാൽ, മറ്റൊരാൾക്കൊരു ഗുണം കിട്ടുന്ന കാര്യമാണ് എങ്കിൽ നമുക്കതിൽ എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ കഴിയുമോ നാം അതിൽ അയാളോട് സഹായിക്കണം, അയാൾക്കതിൽ നമ്മൾ സഹകരിക്കണം. അതുപോലെ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ, കുറ്റകരമായ മോശകരമായ ശത്രുതാപരമായ കാര്യങ്ങളിൽ ഒരാളെയും നാം സഹായിക്കാനും പാടില്ല. ഇത് പരിശുദ്ധ ഖുർആനിന്റെ ഒരു അധ്യാപനമാണ്. സമൂഹത്തിൽ നമ്മൾ ഇടപെടുമ്പോഴൊക്കെ നാം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിട്ടാണ് പരിശുദ്ധ ഖുർആൻ ഈ കാര്യം നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. അഥവാ ഗുണകരമായ കാര്യങ്ങളാണ് എങ്കിൽ അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കണം. അവന്റെ കാര്യം അവൻ തന്നെ നോക്കട്ടെ, എന്റെ ഒരു സഹായവും അവനിക്ക് കിട്ടുകയില്ല എന്ന രൂപത്തിലല്ല മനുഷ്യൻ ജീവിക്കേണ്ടത്. എന്നെ കൊണ്ട് അവനിക്ക് എന്ത് സഹായമാണോ ചെയ്യാൻ സാധിക്കുക ആ രൂപത്തിൽ ഞാൻ അയാളെ സഹായിക്കണം. അയാൾക്ക് എന്ത് സഹായമാണോ എനിക്ക് ചെയ്യാൻ സാധിക്കുക ആ സഹായം അയാളുടെ ഭാഗത്തിൽ നിന്ന് എനിക്കും ഉണ്ടാവണം. ഈ രൂപത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഗുണകരമായ തഖ്വയിൽ ഒക്കെ നിങ്ങൾ പരസ്പരം സഹായിക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നതോടൊപ്പം വീണ്ടും ഖുർആൻ പറയുന്നത് വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ, കുറ്റകരമായ ശത്രുതാപരമായ കാര്യങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആരും സഹായിക്കാനും പാടില്ല. പരിശുദ്ധ ഖുർആനിന്റെ അധ്യാപനമാണ്. മറ്റൊരാൾക്ക് അത് ഉപദ്രവമാണ് എന്ന് കണ്ടാൽ ആ ഉപദ്രവത്തിന്റെ പേരിൽ ഒരാളെ പോയിട്ട് നമ്മൾ സഹായിച്ചു കൊടുക്കരുത്. അല്ലെങ്കിൽ അയാളെ പരാജയപ്പെടുത്താൻ ഒരാൾ കിണഞ്ഞു പരിശ്രമിക്കുന്നു, നമ്മോട് ആ വിഷയത്തിൽ ഒരു സഹായം ആവശ്യപ്പെടുമ്പോൾ നാം ആ വിഷയത്തിൽ അയാളെ സഹായിക്കാൻ പാടില്ല. ഇതാണ് വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ, കുറ്റകരമായ കാര്യത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആരും സഹായിക്കരുത്. എന്നിട്ട് അല്ലാഹു തആല ആയത്ത് അവസാനിപ്പിക്കുന്നത് നോക്കൂ, വത്തഖുല്ലാഹ്, നിങ്ങളൊക്കെ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ടാണ് ജീവിക്കേണ്ടത്. അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ചാണ് നിങ്ങളൊക്കെ ജീവിതം നയിക്കേണ്ടത്. കാരണം ഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്, ഇതിനെതിര് കാണിച്ചുകൊണ്ടാണ് ജീവിതം മുന്നോട്ട് പോയത് എങ്കിൽ അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്ന് ശക്തമായ ശിക്ഷ ഏൽക്കേണ്ടി വരും എന്നൊക്കെ അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ ഇടപെടുമ്പോൾ നാം ഒക്കെ കാര്യമായി ശ്രദ്ധയോടുകൂടെയാണ് നമ്മുടെ ഭാഗത്തിൽ നിന്ന് മറ്റൊരാളോടുള്ള പെരുമാറ്റം ഉണ്ടാവേണ്ടത് എന്ന് കൃത്യമായി നമ്മളൊക്കെ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സമൂഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന സമയത്ത് നാം ഒക്കെ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തരുന്നതൊക്കെ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്തിനു വേണ്ടിയാണ് പ്രവാചകൻ ഇതൊക്കെ പഠിപ്പിച്ചത് എന്ന് ചോദിച്ചാൽ, സമൂഹത്തിൽ ഐക്യവും സമൂഹത്തിന് ഭദ്രതയും ഒക്കെ ഉണ്ടാവണം, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സ്നേഹങ്ങൾ നിലനിൽക്കണം, സമൂഹത്തിൽ പരസ്പരം അടുപ്പമുണ്ടാവണം എല്ലാവർക്കും. ഈ കാര്യങ്ങളൊക്കെ പാലിക്കപ്പെടണമെങ്കിൽ പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ച അധ്യാപനങ്ങൾ കൃത്യമായി നമ്മളൊക്കെ പാലിക്കേണ്ടതുണ്ട്. അതിന്റെ പേരിലാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില കടമകൾ നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ചത്. ഒന്നാമതായി മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സമൂഹവുമായി തന്റെ സഹോദരനുമായി ഇടപെടുമ്പോൾ നാം ഒക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമായി പറയുന്നത് ഇദാ ലഖീതഹു ഫസല്ലിം അലൈഹി, ഒരാളെ നീ കണ്ടുമുട്ടുമ്പോൾ അയാളോട് ഒരു സലാം പറയാനെങ്കിലും നീ തയ്യാറാവണം. അതാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യമായി നമ്മെ പഠിപ്പിക്കുന്നത്. അഥവാ ഇദാ ലഖീതഹു ഫസല്ലിം അലൈഹി, നമ്മുടെ ഒരു സഹോദരനെ നാം കണ്ടുമുട്ടുമ്പോൾ അയാളോട് ഒരു സലാം പറയുക. ഇന്ന് നാം ഒക്കെ മനസ്സിലാക്കേണ്ടത് സമൂഹം വളരെ പിന്നോട്ട് പോകുന്ന ഒരവസ്ഥയാണ് സലാം പറയുന്ന വിഷയത്തിൽ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഒരാൾ മറ്റൊരാളെ കണ്ടാൽ തിരിഞ്ഞു പോകുന്ന ഒരവസ്ഥ. ഇസ്ലാം ആ സമയത്ത് നമ്മോട് പഠിപ്പിക്കുന്നത് എന്താ? മറ്റൊരാളെ കാണുമ്പോൾ സലാം പറയുകയും മുസാഫത്ത് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ തമ്മിലുള്ള സ്നേഹം നിലനിൽക്കുമെന്ന് മാത്രമല്ല, നമുക്കതിലൂടെ പരലോകത്തേക്ക് ധാരാളം നേട്ടങ്ങൾ ഉണ്ടാക്കാനും സാധിക്കുന്നുണ്ട്. ഒരു സലാം പറയുന്നതിലൂടെ പരലോകത്ത് നമ്മുടെ മീസാനിൽ ഒരു പുണ്യകർമ്മമാണ് നാം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ നാം ആർക്കൊക്കെ സലാം പറഞ്ഞിട്ടുണ്ടോ ആ സലാം പറയുന്നതിന്റെ പ്രതിഫലമൊക്കെ നാളെ പരലോകത്ത്
മീസാനിൽ തൂക്കാൻ വേണ്ടി അതൊരു കനമുള്ള അമലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പരലോകത്തെക്കുറിച്ച് നമുക്കറിയാം, അല്ലാഹു തആല മീസാനെ കുറിച്ച് പറയുന്നത് ഫഅമ്മാ മൻ സഖുലത് മവാസീനുഹു ഫഹുവ ഫീ ഈശത്തിർ റാളിയ. ആരുടെയെങ്കിലും മീസാൻ, ആരുടെയെങ്കിലും നന്മ തൂക്കുന്ന തുലാസ നന്മയുടെ ഭാഗം കനമാവുകയാണെങ്കിൽ ഫഹുവ ഫീ ഈശത്തിർ റാളിയ, അവനാണ് തൃപ്തികരമായ ജീവിതത്തിൽ മുന്നോട്ടു പോകാൻ സാധിക്കുന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. ആ മീസാനിൽ കനമുണ്ടാക്കാനുള്ള ഒരു മാർഗമാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സലാം പറയുക എന്നുള്ളത്. തന്നെയുമല്ല, നമ്മുടെ നന്മയുടെ ഏടുകളിൽ നാം മറ്റൊരാൾക്ക് സലാം പറയുന്നതിലൂടെ ആ സലാം നമ്മുടെ നന്മയുടെ ഏടിൽ അത് എഴുതപ്പെടുകയും ചെയ്യുന്നു. തന്നെയുമല്ല, സമൂഹത്തിൽ സലാം വ്യാപിപ്പിക്കുന്നത് കൊണ്ട് പരസ്പരമുള്ള സ്നേഹവും ബന്ധവും ഒക്കെ കൂടി വരുമെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത് ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ നിന്ന് പറയുന്നു, നോക്കൂ, അവലാ അദുല്ലുക്കും അലാ ശൈ ഇദാ ഫഅൽതുമൂഹു തഹാബബതും അഫ്ശുസ്സലാമ ബൈനക്കും. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്, അവലാ അദുല്ലുക്കും അലാ ശൈ, ഞാൻ നിങ്ങൾക്കൊരു കാര്യം അറിയിച്ചു തരാം. പ്രവാചകൻ പറയുന്നു, ഞാൻ നിങ്ങൾക്കൊരു കാര്യം അറിയിച്ചു തരട്ടെയോ? ഇദാ ഫഅൽതും തഹാബബതും, നിങ്ങളത് ചെയ്യുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ ഇടയിൽ സ്നേഹം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും, നിങ്ങൾ പരസ്പരം സ്നേഹമുള്ളവരാകും. അങ്ങനെയുള്ള ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ എന്ന് പറഞ്ഞിട്ട് പ്രവാചകൻ പറയുന്നത് അഫ്ശുസ്സലാമ ബൈനക്കും, നിങ്ങളുടെ ഇടയിൽ സലാം വ്യാപകമാക്കുക എന്നതാണ്. ഒരാൾ മറ്റൊരാളെ കാണുമ്പോൾ അയാളോടൊന്ന് സലാം പറയുക. എങ്കിൽ നമ്മൾ അയാളുടെ സലാം പറയൽ നമുക്ക് സുന്നത്താണ് എങ്കിൽ അയാൾ സലാം മടക്കുക എന്നത് അയാളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധവുമാണ്. അതുകൊണ്ട് നാം സലാം പറയുമ്പോൾ ഒരു സുന്നത്തായ കാര്യം ചെയ്തതിന്റെ പ്രതിഫലം നമുക്ക് പരലോകത്ത് രേഖപ്പെടുത്തപ്പെടുന്നു എങ്കിൽ അയാൾ സലാം മടക്കുമ്പോൾ അയാൾ ഒരു വാജിബായ കർമ്മം ചെയ്തതിന്റെ പ്രതിഫലം അയാൾക്കും ലഭ്യമാകുന്നു. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപകാരമുണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് കാണുമ്പോൾ ഒന്ന് സലാം പറയുക എന്നത്. ഇതാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതുമായി ബന്ധപ്പെട്ട് നമ്മെ പഠിപ്പിച്ച ഒരു കാര്യം. മാത്രവുമല്ല, രണ്ടാളുകൾ തെറ്റി നിൽക്കുന്ന സമയത്ത് പ്രവാചകൻ പറയുന്നു, രണ്ടാളുകൾ തമ്മിൽ തെറ്റി നിൽക്കാൻ പാടില്ല. അങ്ങനെ തെറ്റി നിൽക്കുകയാണെങ്കിൽ തന്നെ 3 ദിവസത്തിന്റെ ഉള്ളിൽ ആ തെറ്റ് അവസാനിപ്പിച്ചുകൊള്ളണം. 3-ലധികമായി ഒരാൾ കാരണത്താലും മറ്റൊരാളുമായി തെറ്റി നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ലാ യഹില്ലു ലി മുസ്ലിമിൻ അൻ യഹ്ജുറ അഖാഹു ഫൗക 3 3 ദിവസത്തിന്റെ മേലെയായിട്ട് ഒരാളും തന്റെ സഹോദരനെ വെടിഞ്ഞു നിന്നുകൊണ്ട് അയാളുമായി പിണങ്ങി നിന്നുകൊണ്ട് നിൽക്കുന്ന അവസ്ഥ ഉണ്ടാവരുത് എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്. എന്നിട്ട് ആ പിണക്കം അവസാനിപ്പിക്കാൻ വേണ്ടി ആരാണോ സലാം കൊണ്ട് മുന്നോട്ട് വരുന്നത്, അയാളോട് പോയി മിണ്ടാതിരിക്കുന്ന രണ്ടാളുടെ ഇടയിൽ ആരാണോ സലാം കൊണ്ട് ആരംഭിക്കുന്നത് എങ്കിൽ അവരാണ് ഏറ്റവും ഖൈറായ ആള് എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. അവിടെയും സലാം ആ തെറ്റ് നന്നാക്കാനുള്ള ഒരു മാർഗമായിട്ട് അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അവിടെയും പ്രവാചകൻ പഠിപ്പിച്ചത് അങ്ങോട്ടും ഇങ്ങോട്ടും സലാം പറയുക എന്നതാണ്. ആ സലാം കൊണ്ട് തുടങ്ങുന്ന ആൾക്ക് ഏറ്റവും ഗുണമുണ്ട് എന്നും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇതാണ് സമൂഹത്തിലൊക്കെ ഇടപെടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യമായി പ്രവാചകൻ പറയുന്നത്. രണ്ടാമത്തെ കാര്യമായിട്ട് അവിടെ നിന്ന് പറയുന്നു, നോക്കൂ, വൈദാ ദഅക ഫാജിബുഹു, നിന്നെ ഒരു സഹോദരൻ എന്തെങ്കിലും ഒരാവശ്യത്തിന് വേണ്ടി ക്ഷണിച്ചാൽ അവന്റെ വിളിക്ക് നീ ഉത്തരം കൊടുക്കണം എന്നതാണ്. ഒരാൾ നമ്മെ പല ആവശ്യത്തിനും വിളിച്ചേക്കാം. എന്തെങ്കിലും അയാളുടെ വീട്ടിൽ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി വിളിക്കാം. അയാളുടെ വീട്ടിൽ ഒരു കല്യാണം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഒരു സൽക്കാരം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു സന്ദർശനത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ചില കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ട്, പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഒരാൾ നമ്മെ വിളിച്ചേക്കാം. അവിടെ പ്രവാചകൻ പറയുന്നു, ഇദാ ദഅക ഫാജിബുഹു, സമൂഹത്തിലെ ഒരാൾ നിന്നെ ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ ആ ക്ഷണത്തിന് നീ ഉത്തരം കൊടുക്കണമെന്നാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിപ്പിക്കുന്നത്. മാത്രവുമല്ല, ഹദീസിൽ നമുക്ക് ഇങ്ങനെയും കാണാൻ സാധിക്കും, വമൻ ലൻ യുജിബു ദഅവത ഫഖദ് അസല്ലാഹ വറസൂലഹു, ഒരാൾ ക്ഷണത്തിന് ഉത്തരം നൽകുന്നില്ല എങ്കിൽ അയാൾ അള്ളാഹുവിനോടും റസൂലിനോടും എതിര് കാണിച്ച ആളാണ് എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കുക എന്നത് പരിശുദ്ധ ഇസ്ലാം വലിയൊരു കാര്യമായിട്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ പല ആളുകളും ഒരു ഗൗരവം കാണാത്തൊരു വിഷയമാണത്. ക്ഷണിച്ചാൽ വരാമെന്നേൽക്കും, പക്ഷേ പോവുകയില്ല. ഇതൊക്കെ നിഫാഖിന്റെ ലക്ഷണമായിട്ടാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത്. ക്ഷണിച്ചാൽ വരാമെന്നേൽക്കും, എന്നിട്ട് വരികയില്ല. അല്ലെങ്കിൽ അയാൾ എന്തെങ്കിലും ഒരു കല്യാണത്തിന് വേണ്ടി നമ്മെ ക്ഷണിക്കും, വരാമെന്നേൽക്കും,
എന്നിട്ട് ഏറ്റിട്ട് നമ്മൾ അതിനെ അങ്ങോട്ട് പോവുകയില്ല. ആ ഭാഗം തന്നെ മെയിൻറ്റെയിൻ ചെയ്യാത്തൊരവസ്ഥയിൽ പല ആളുകളും മുന്നോട്ട് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെ ഇസ്ലാമിന്റെ ഭാഷയിൽ കടുത്ത തെറ്റാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് വമല്ലം യുജിബിദ് ദഅവത ഫഖദ് അസല്ലാഹു വറസൂല. ഒരാൾ വിളിച്ചിട്ട് ക്ഷണത്തിന് ഉത്തരം ചെയ്യുന്നില്ല എങ്കിൽ അയാൾ അള്ളാഹുവിനോടും റസൂലിനോടും എതിര് കാണിച്ച ആളാണ് എന്ന് പോലും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. വല്ല കാരണത്താലും വരാൻ നമുക്ക് സാധിച്ചില്ല എങ്കിൽ ആ വരാൻ പറ്റാത്ത വിവരം അയാളെ അറിയിക്കുക എന്നൊരു ബാധ്യത നമുക്കുണ്ട് എന്നതും കൂടെ കൂട്ടത്തിൽ നമ്മളൊക്കെ മനസ്സിലാക്കി വെക്കുക. ഇതൊക്കെ സത്യവിശ്വാസികൾ ശ്രദ്ധിക്കേണ്ട കാര്യമായിട്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിവരിച്ചു തരുന്നു. മൂന്നാമത്തെ കാര്യമായി അവിടെ നിന്ന് പറയുന്നത് നോക്കൂ, വൈദസ്തൻസഹക ഫൻസഹ് ലഹു. സമൂഹത്തിൽ ഒരാൾ നിന്നോട് എന്തെങ്കിലും ഒരു നല്ല കാര്യം, നല്ല അഭിപ്രായം ആവശ്യപ്പെട്ടാൽ അയാൾക്ക് നീ നല്ല അഭിപ്രായം പറഞ്ഞു കൊടുക്കുക. നിന്നോടൊരു സതുപദേശം ആവശ്യപ്പെട്ടാൽ നീ അയാൾക്ക് സതുപദേശം നൽകുക. അയാൾ എന്തെങ്കിലും ഒരു വാഹനം വാങ്ങുന്നു, അല്ലെങ്കിൽ ഒരു വീട് വാങ്ങുന്നു, അല്ലെങ്കിൽ അയാളുടെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി അയാൾ നാമുമായിട്ടൊരു കൂടിയാലോചന നടത്തുന്നു. ആ കൂടിയാലോചന നടത്തുന്ന സമയത്ത് അയാളോട് നല്ല രൂപത്തിൽ അഭിപ്രായം പറയണമെന്നതാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ പഠിപ്പിക്കുന്നത്. അഥവാ ഉള്ളിലൊന്ന് മറച്ചു വെച്ചിട്ട്, ഇപ്പൊ ഉദാഹരണത്തിന് ഒരാൾ ഒരു വീടെടുക്കാൻ ഉദ്ദേശിക്കുന്നു, നമ്മോട് വന്നിട്ട് അഭിപ്രായം ചോദിച്ചു. നമുക്ക് ആ വീടിനെ കുറിച്ച് അതിന്റെ എല്ലാ നല്ല വശങ്ങളും നമുക്കറിയാം. പക്ഷെ അയാൾ ആ വീട് എടുക്കരുത് എന്ന് കരുതിയിട്ട് അയാളോട് ആ വീട് മോശപ്പെട്ടതാണ് എന്ന രൂപത്തിൽ നമ്മുടെ ഉള്ളിൽ ഒന്ന് വെച്ചിട്ട് അയാളോട് മറ്റൊന്ന് സംസാരിക്കുക. ഇതും നിഫാഖിന്റെ ലക്ഷണമായിട്ടാണ് പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് വൈദസ്തൻസഹക ഫൻസഹ് ലഹു. നിന്നോടൊരു നല്ല കാര്യം, നല്ലൊരു ഉപദേശമാണ് ഒരാൾ നിന്നോട് ആവശ്യപ്പെടുന്നത് എങ്കിൽ നീ അയാളോട് നല്ലത് പറഞ്ഞു കൊടുക്കണം. നിന്റെ ഉള്ളിൽ ഒന്ന് വെച്ചിട്ട് മറ്റൊന്നല്ല പറയല് എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത് ഹദീസിൽ കാണാൻ സാധിക്കും. പല ആളുകളിലും നമ്മളൊക്കെ പലപ്പോഴും കാണുന്ന ഒരു സ്വഭാവമാണിത്. ഒരു ഭൂമി ഒരാൾ കച്ചവടം നടത്തുന്നു, അല്ലെങ്കിൽ ഒരു വീട് അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് കച്ചവടം നടത്തുന്നു എങ്കിൽ അതിനെക്കുറിച്ച് പൂർണ്ണമായി അറിയുന്ന ഒരാളോട് വന്നിട്ട് കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ അയാൾക്ക് വേറെന്തെങ്കിലുമൊക്കെ ഉദ്ദേശമുണ്ടാവും. എന്നിട്ട് ആ വിൽക്കുന്ന ഭൂമിയെക്കുറിച്ച്, അല്ലെങ്കിൽ ആ വിൽക്കുന്ന വീടിനെ കുറിച്ച്, അല്ലെങ്കിൽ ആ വിൽക്കുന്ന സ്ഥലത്തെക്കുറിച്ചൊക്കെ മോശപ്പെട്ട അഭിപ്രായങ്ങൾ പറയുക. എന്തിനു വേണ്ടിയാണ് അങ്ങനെ പറയുന്നത്? അങ്ങനെ പറഞ്ഞാൽ അയാൾ അതിൽ നിന്ന് അങ്ങോട്ട് ഒഴിഞ്ഞു പോയിക്കോളൂ. അതിനു വേണ്ടിയിട്ട് ഒഴിഞ്ഞു പോവാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്ന ഏർപ്പാടുകൾ, ഇതിനെക്കുറിച്ചൊക്കെയാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിഫാഖിന്റെ സ്വഭാവമാണ് ഇതൊക്കെ എന്ന് നമ്മെ പഠിപ്പിച്ചത്. അതുകൊണ്ട് വൈദസ്തൻസഹക ഫൻസഹ് ലഹു. നിന്നോടൊരു നല്ല ഉപദേശമാണ് ഒരാൾ ആവശ്യപ്പെടുന്നത് എങ്കിൽ നീ അതിനെക്കുറിച്ച് ഉള്ളതാണ് പറയേണ്ടത്. നിനക്കെന്താണോ അതിനെക്കുറിച്ച് മനസ്സിലായത് ആ കാര്യമാണ് നീ അയാളോട് പറഞ്ഞു കൊടുക്കേണ്ടത് എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുമായി ബന്ധപ്പെട്ട് പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ പ്രവാചകൻ പറയുന്ന മറ്റൊരു കാര്യം, വൈദാ അതസ വഅമിദല്ലാഹ ഫശമ്മിതുഹു. ഒരാൾ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ നമ്മുടെ അടുത്ത് വെച്ച് തുമ്മിയാൽ അയാൾ അൽഹംദുലില്ലാ പറഞ്ഞാൽ ആ സമയത്ത് പോലും നീ അയാളിൽ നിന്ന് അകന്നു പോവരുത്. നീ എന്താണ് ചെയ്യേണ്ടത്? ഫശമ്മിതുഹു. അയാളോട് നീ തശ്മീത്ത് പറയണം. ഇതൊക്കെ നമ്മളൊക്കെ എപ്പോഴും പ്രവാചകന്റെ സുന്നത്ത് എന്ന നിലയിൽ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. പലപ്പോഴും സദസ്സിൽ വെച്ചൊരാൾ തുമ്മുന്ന ആൾ ചിലപ്പോൾ അൽഹംദുലില്ലാ പറയും, ചിലപ്പോൾ പറയാതിരിക്കും. അൽഹംദുലില്ലാ പറഞ്ഞാൽ ആ പറഞ്ഞ ആളോട് യർഹമുക്കല്ലാ എന്ന് അയാൾക്കൊരു മർഹമത്തിനെ ചോദിക്കുക എന്നത് വിശ്വാസികളുടെ ബാധ്യതയായിട്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മളൊക്കെ പ്രാവർത്തികമാക്കേണ്ടതാണ്. നമ്മളൊക്കെ പലപ്പോഴും കാണാറുള്ളതാണ്, സമൂഹത്തിൽ ആരെങ്കിലും തുമ്മുമ്പോൾ ചിലപ്പോൾ അയാളൊന്നും മുണ്ടാതിരിക്കുകയല്ല വേണ്ടത്, മറിച്ച് അൽഹംദുലില്ലാ, തുമ്മിയാൽ അൽഹംദുലില്ലാ എന്ന് പറയാൻ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ തുമ്മുന്ന സമയത്ത് നമുക്കത് ഓർമ്മ വരണമെങ്കിൽ നമുക്കതൊരു ശീലമായി മാറണം. എങ്കിലേ നമുക്ക് തുമ്മിയാൽ അൽഹംദുലില്ലാ പറയാൻ ഓർമ്മയുണ്ടാവുകയുള്ളൂ. അല്ലാതെ തുമ്മിയാൽ അൽഹംദുലില്ലാ പറയാൻ എല്ലാവർക്കും അറിയാം, പക്ഷെ തുമ്മുന്ന സമയത്ത് അൽഹംദുലില്ലാ പറയാൻ പലപ്പോഴും പല ആളുകൾക്കും ഓർമ്മയില്ലാതെ വരുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് അവന്റെ ജീവിതത്തിൽ അവൻ പ്രാവർത്തികമാക്കിയിട്ടില്ല, അതുകൊണ്ടാണ്. ഇതുപോലെ നമ്മൾ തിന്നാൻ തുടങ്ങുന്ന സമയത്ത് ബിസ്മി പറയണമെന്നത് എല്ലാവർക്കും അറിയാം. പക്ഷേ എന്നാലും ചില ആളുകൾ ഭക്ഷണം കൊണ്ടുവന്ന് മുന്നിൽ വെച്ചാൽ ബിസ്മി പറയാൻ അയാൾക്ക് ഓർമ്മയുണ്ടാവുകയില്ല. എന്തുകൊണ്ടാണ് ഓർമ്മയില്ലാത്തത്?
അയാളുടെ ഒരു ശീലം അങ്ങനെ വന്നിട്ടില്ല, അയാൾ അങ്ങനെ ശീലിപ്പിച്ചിട്ടില്ല. സത്യത്തിൽ നാം അതൊക്കെ മനസ്സിലാക്കേണ്ടത്, സത്യവിശ്വാസികളായി നമ്മളൊക്കെ ചെയ്യേണ്ടത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സുന്നത്തായിട്ട് നമ്മോട് എന്തൊക്കെ പഠിപ്പിച്ചോ അത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനാണ് നമ്മളൊക്കെ പരിശ്രമിക്കേണ്ടത്. അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, ഇദാ തസഅഹദുകും ഫല്യഖുൽ അൽഹംദുലില്ലാ, നിങ്ങളിൽ ഒരാൾ തുമ്മിയാൽ അയാൾ അൽഹംദുലില്ലാ പറയാൻ തയ്യാറാവണം. അങ്ങനെ അയാൾ പറയുമ്പോൾ ഫല്യഖുൽ ലഹു അഖൂഹു യർഹമുക്കല്ലാഹ്, അയാളോട് യർഹമുക്കല്ലാഹ് എന്ന ആള്, യർഹമുക്കല്ലാഹ് എന്ന് തൊട്ടടുത്തത് കേൾക്കുന്ന ആള് പറയണം. വൈദാ ഖാല ലഹു യർഹമുക്കല്ലാഹ്, അയാളോട് യർഹമുക്കല്ലാഹ് എന്ന് ഇയാൾ കേൾക്കുന്ന ആള് പറഞ്ഞാൽ ഫല്യഖുൽ യഹ്ദീകുമുല്ലാഹു വയുസ്ലിഹു ബാലക്കും, തുമ്മിയാളുടൻ യഹ്ദീകുമുല്ലാഹു വയുസ്ലിഹു ബാലക്കും എന്ന് പറയാൻ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ സമൂഹവുമായുള്ള ആ ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് മഹാനായ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്. അതുപോലെ പ്രവാചകൻ പഠിപ്പിച്ച മറ്റൊരു കാര്യമാണ് വൈദാ മരിള ഫഉദുഹു, അവനെങ്ങാനും രോഗിയായാൽ, സമൂഹത്തിൽ ഒരാൾ രോഗിയായി കിടക്കുന്നുണ്ട് എന്ന് കണ്ടാൽ അയാളെ രോഗസന്ദർശനം നടത്തുക എന്നത് നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമായിട്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ഒരാൾ രോഗിയായി കിടക്കുന്നു, ഒരുപക്ഷെ നമുക്ക് പരിചയമുള്ള ആളാണ് അല്ലെങ്കിൽ പരിചയമില്ലാത്ത ആളാണ്, ഒരു മുസ്ലിം സഹോദരനാണ്, നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് എങ്കിൽ അയാൾ രോഗിയായി കിടക്കുമ്പോൾ അയാളെ രോഗസന്ദർശനത്തിന് പോകുന്നത് പോലും പ്രത്യേക ഫലമുള്ള പ്രത്യേക ഇബാദത്തായിട്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് ഹദീത്തിൽ കാണാം. എത്രത്തോളം ഇന്നൽ മുസ്ലിമ ഇദാ ആദ അഖാഹുൽ മുസ്ലിം ലം യസൽ ഫീ ഖിർഫത്തിൽ ജന്ന ഹത്താ യർജ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഒരു മുസ്ലിമായ സഹോദരൻ തന്റെ സഹോദരനെ രോഗസന്ദർശനത്തിന് വേണ്ടി പോയാൽ ലം യസൽ ഫീ ഖിർഫത്തിൽ ജന്ന, അയാൾ സ്വർഗത്തിന്റെ ഉത്തമമായ ഒരു ഭാഗത്താണ് അയാൾ അതുമായി സീറ്റുറപ്പിച്ചിരിക്കുന്നത് എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് ഹദീത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ നാം അയാളെ സന്ദർശിക്കുമ്പോൾ അത് അയാൾക്ക് മാനസികമായി നമ്മോട് വലിയൊരു സ്നേഹമുണ്ടാക്കി തീർക്കും. അതുകൊണ്ട് തമ്മിൽ അടുക്കാനും തമ്മിൽ ബന്ധപ്പെടാനും തമ്മിലുള്ള സ്നേഹബന്ധം നിലനിർത്താനും ഒക്കെയുള്ള ഒരു ഭാഗമായിട്ടാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗസന്ദർശനവും നമ്മെ പഠിപ്പിച്ചത്. അവസാനം മറ്റൊരു കാര്യം കൂടി പ്രവാചകൻ ആ ഹദീത്തിൽ തന്നെ പറയുന്നത് കാണാം, വൈദാ മാത ഫത്തബി ജനാസത, അയാൾ മരിച്ചു എന്ന് കേട്ടാൽ, മറ്റൊരാൾ മരിച്ചു എന്ന് കേട്ടാൽ, സമൂഹത്തിൽ നമ്മുടെ വേണ്ടപ്പെട്ട അല്ലെങ്കിൽ നമുക്ക് പരിചയമുണ്ടായാലും ഇല്ലെങ്കിലും ഒരാൾ മരിച്ചു എന്ന് കേട്ടാൽ ഫത്തബി ജനാസത, അയാളുടെ ജനാസയെ നീ അനുഗമിക്കണമെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? അയാളോട് മരണസമയത്ത് പോലും നമ്മൾ വേർപിരിഞ്ഞിട്ടില്ല എന്ന് അറിയിക്കുന്ന ഒരടയാളം കൂടിയാണ് ജനാസയെ അനുഗമിക്കുക എന്നുള്ളത്. അയാൾ മരിച്ചുപോയാലും അയാളുടെ പിന്നാലെ നമ്മളൊക്കെ ഉണ്ട് എന്ന് കാണിക്കലാണ് ജനാസയുടെ കൂടെ പോവുക എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രവാചകൻ പഠിപ്പിച്ചു, വൈദാ മാത ഫത്തബി ജനാസത, നീ അയാളെങ്ങാനും മരിച്ചാൽ അയാളുടെ ജനാസയെ നീ അനുഗമിക്കുക. ജനാസ അനുഗമിക്കുക എന്ന് പറയുമ്പോൾ അതിനൊക്കെ ഇസ്ലാമിൽ വലിയ പ്രതിഫലമുണ്ട്. എത്രത്തോളം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഹദീത്തിൽ കാണാം, ഒരാൾ ഒരു ജനാസയെ അനുഗമിച്ചു, അയാൾ നിസ്കാരം കഴിഞ്ഞിട്ട് തിരിച്ചു പോന്നു, അഥവാ അയാൾ മയ്യിത്ത് മറ ചെയ്യാൻ കാത്തിരുന്നില്ല, മറമാടാൻ കാത്തു നിൽക്കാതെ അയാൾ നിസ്കാരം കഴിഞ്ഞ് തിരിഞ്ഞു പോന്നാൽ അയാൾക്ക് ഒരു ഖീറാത്ത് പ്രതിഫലം ലഭിക്കുമെന്നും, എന്നാൽ നിസ്കാരവും കഴിഞ്ഞു അയാളുടെ മറമാടലുമെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് അയാൾ തിരിച്ചു പോരുന്നത് എങ്കിൽ അയാൾക്ക് 2 ഖീറാത്ത് പ്രതിഫലം ലഭിക്കുമെന്നും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്, എന്താണ് നബിയെ ഖീറാത്ത് എന്ന് പറയുന്നത്? ആ സമയത്ത് പ്രവാചകന്റെ മറുപടി, ഖീറാത്ത് എന്നാൽ അത് ഉഹുദ് മല പോലെ അത്രയും ആധിക്യമുള്ള അത്രയും വലിയ രൂപത്തിലുള്ള പ്രതിഫലമാണ് ഒരു ഖീറാത്ത് എന്ന് പറയുന്നത് എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജനാസയിൽ പങ്കെടുക്കുന്നതൊക്കെ വലിയൊരു പുണ്യകർമ്മമായിട്ട് നമ്മളൊക്കെ കാണേണ്ടതുണ്ട്. പല ആളുകളും പലപ്പോഴും സൗകര്യമുണ്ടായാലും മയ്യിത്തൊന്ന് കണ്ടുപോരുന്ന ഒരവസ്ഥയാണ് പലപ്പോഴും ഉണ്ടാവാറുള്ളത്. ശരിക്കതല്ല നാം ചെയ്യേണ്ടത്. നമുക്ക് ഒഴിവുണ്ട് എങ്കിൽ, നമുക്ക് സൗകര്യമുണ്ട് എങ്കിൽ ആ ജനാസയുടെ കൂടെ മയ്യിത്ത് നിസ്കാരത്തിൽ പങ്കെടുക്കാനും നിസ്കാരം കഴിഞ്ഞിട്ട് ആ ഖബറിന്റെ അടുത്ത് പോയിട്ട് ഒരു തസ്ബീത്ത് എങ്കിലും ചെല്ലാനും ആ അവസരമൊക്കെ അങ്ങനെയുള്ള സമയത്തൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുമ്പോൾ അത് അയാളോടുള്ള നമ്മുടെ ഒരു പിന്തുണയാണ് എന്നതിന്റെ പുറമെ അതിനാലെല്ലാം ഖീറാത്ത് കണക്കിലുള്ള പ്രതിഫലം നമ്മുടെ പരലോകത്ത് നമ്മുടെ മീസാനിലേക്ക് വരുന്നുണ്ട് എന്ന കാര്യം
നമ്മളാരും മറന്നു പോവരുത്. വെറുതെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നഷ്ടപ്പെടുത്തുന്ന അവസ്ഥ നമ്മുടെ ഭാഗത്തുണ്ടാവരുത് എന്നതാണ് സാന്ദർഭികമായി സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ നമ്മൾ ഇടപെട്ട് ജീവിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പ്രത്യേകമായ ശ്രദ്ധ കൊടുക്കുക. അങ്ങനെ ശ്രദ്ധ കൊടുത്തുകൊണ്ട് മറ്റുള്ളവരോട് സ്നേഹവും അനുകമ്പയും ഒക്കെ നിലനിർത്തിക്കൊണ്ടുള്ള ഒരു ജീവിതമാവണം സമൂഹത്തിൽ മനുഷ്യർ ജീവിക്കേണ്ടത്. അങ്ങനെ സമൂഹത്തിൽ ജീവിക്കുമ്പോഴാണ് സമൂഹത്തിൽ സ്വസ്ഥതയും സമാധാനവും നിലനിൽക്കുക എന്നതാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസിന്റെ താല്പര്യം. അത് മനസ്സിലാക്കി പ്രവാചകന്റെ അധ്യാപനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ നമ്മളെല്ലാവരും പരമാവധി പരിശ്രമിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നാം ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സഹായ സഹകരണങ്ങൾ, അതിന് വലിയ പ്രാധാന്യം ഇസ്ലാം നൽകിയിട്ടുണ്ട് എന്നതാണ് നാം ഇതുവരെ പറഞ്ഞു കൊണ്ടിരുന്നത്. തന്നെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്തുകൊണ്ടായിരിക്കണം സമൂഹത്തിൽ നമ്മളൊക്കെ ജീവിക്കേണ്ടത്. അങ്ങനെ ആളുകളോട് പെരുമാറ്റം നന്നാക്കുക, ആളുകളുടെ ഇടയിൽ നല്ല രൂപത്തിൽ ഇടപെടുകയും നമ്മാൽ കഴിയുന്ന രൂപത്തിലുള്ള സഹായ സഹകരണങ്ങളൊക്കെ മറ്റുള്ളവർക്ക് നൽകിക്കൊണ്ട് സമൂഹത്തിൽ ജീവിക്കുമ്പോഴാണ് അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്ന് നമുക്കും സഹായം ലഭിച്ചുകൊണ്ടിരിക്കുക എന്ന കാര്യം നമ്മളാരും മറന്നുപോകരുത്. കാരണം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നതായി ഹദീസിൽ കാണാം, ഇർഹമു മൻ ഫിൽ അർളി യർഹമുക്കും മൻ ഫിസ് സമാ. നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണയോടുകൂടി പെരുമാറുക. ആളുകളോട് നല്ല നിലയിൽ നിങ്ങൾ പെരുമാറുമെങ്കിൽ യർഹമുക്കും മൻ ഫിസ് സമാ, ആകെ ഉപരിതലത്തിലുള്ള റബ്ബിന്റെ കാരുണ്യം നിങ്ങൾക്കും ലഭിച്ചുകൊണ്ടിരിക്കുമെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹങ്ങളും കാരുണ്യങ്ങളും ഒക്കെ നമ്മളെപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് കിട്ടണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ അതിനുള്ള ഒരു മാർഗമായിട്ടാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, ഇർഹമു മൻ ഫിൽ അർളി, ഭൂമിയിലുള്ളവരോട് നിങ്ങളും നല്ല രൂപത്തിൽ പെരുമാറണം. കരുണയോടും അനുകമ്പയോടും കൂടി ഭൂമിയിലുള്ളവരോട് നിങ്ങളും പെരുമാറൂ, എങ്കിൽ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നുള്ള സഹായമുണ്ടാകും എന്നാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. മാത്രമല്ല വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നത് നോക്കൂ, ഇന്ന റഹ്മത്തല്ലാഹി ഖരീബും മിനൽ മുഹ്സിനീൻ. അള്ളാഹുവിന്റെ റഹ്മത്ത് എന്ന് പറയുന്നത്, അള്ളാഹുവിന്റെ അനുഗ്രഹം അല്ലെങ്കിൽ അള്ളാഹുവിന്റെ കാരുണ്യം എന്നൊക്കെ പറയുന്നത് ഖരീബും മിനൽ മുഹ്സിനീൻ, അത് മുഹ്സിനീങ്ങളോട് അടുത്ത് നിൽക്കുന്നു. മുഹ്സിനീങ്ങൾ എന്ന് പറഞ്ഞാൽ നല്ലത് പ്രവർത്തിക്കുന്ന ആളുകൾ, നല്ലത് ചെയ്യുന്ന ആളുകൾ ആരുണ്ടോ അവരോടാണ് അള്ളാഹുവിന്റെ കാരുണ്യം അടുത്ത് നിൽക്കുന്നത് എന്നാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ആരാണ് നല്ലത് ചെയ്യുന്നത്? അതും അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ മറ്റൊരു ഭാഗത്ത് പറയുന്നത് കാണാം, വയുത്ഇമൂന ത്വആമ അലാ ഹുബ്ബിഹി മിസ്കീനം വയതീമൻ വഅസീറ. മുഹ്സിനീങ്ങൾ എന്ന് പറയുന്നത് യുത്ഇമൂന ത്വആമ അലാ ഹുബ്ബിഹി, ഭക്ഷണത്തിനിക്ക് സ്വന്തം ആഗ്രഹം ഉണ്ടായിട്ട് പോലും ഒരു മിസ്കീനെ കാണുമ്പോൾ ആ ഭക്ഷണം അങ്ങോട്ട് കൊടുക്കുന്ന ആളുകൾ, അതുപോലെ യതീമിനെ സഹായിക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ബന്ധാവസ്ഥയിലായ ആളുകളാണ് എങ്കിൽ അവരെയൊക്കെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, അവരാണ് നന്മ ചെയ്യുന്ന ആളുകൾ. എന്നിട്ട് അങ്ങനെ ഭക്ഷണം കൊടുക്കുകയും അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ സഹായിക്കുകയും ചെയ്യുമ്പോൾ ഇവരുടെ മനസ്സിലുള്ളത്, ഇവര് പറയുന്നത് ഇന്നമാ നുത്ഇമുക്കും ലിവജ്ഹില്ലാ, ഞങ്ങൾ നിങ്ങൾക്കൊക്കെ ഇങ്ങനെ ഭക്ഷണങ്ങളും സഹായങ്ങളും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ലിവജ്ഹില്ല, അള്ളാഹുവിന്റെ വജ്ഹിന് വേണ്ടിയാണ്. ഇവിടെ ജനങ്ങൾ കാണാനോ അല്ലെങ്കിൽ ജനങ്ങളിൽ നിന്ന് എന്തെങ്കിലും കയ്യടിത്താനോ ഒന്നുമല്ല. ലിവജ്ഹില്ല, അള്ളാഹുവിന്റെ വജ്ഹിന് വേണ്ടിയാണ്. അള്ളാഹുവാണ് നമ്മോട് അങ്ങനെ കൽപ്പിച്ചത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പന അംഗീകരിച്ചുകൊണ്ടാണ് ഞങ്ങൾ അത് ചെയ്യുന്നത് എന്നും, ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറ, നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും പ്രതിഫലമോ നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും നന്ദി വാക്ക് കിട്ടണമെന്നോ ഒന്നും നമ്മൾ ആഗ്രഹിക്കുന്നില്ല. മറിച്ച് അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്ന് എന്തെങ്കിലും പ്രതിഫലം കിട്ടട്ടെ എന്ന് കരുതിക്കൊണ്ടാണ് നാം ഒരു യതീമിനെ സഹായിക്കുന്നത്, നാം പാവപ്പെട്ടവനെ മിസ്കീനെ സഹായിക്കുന്നത്, അല്ലെങ്കിൽ നാം അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത്. ഈ ഒരു രൂപത്തിൽ ഭക്ഷണം കൊടുക്കുന്ന ആളുകൾ അവരൊക്കെയാണ് സൽപ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ. അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ
ഇന്ന റഹ്മത്തുല്ലാഹി ഖരീബും മിനൽ മുഹ്സിനീൻ. അള്ളാഹുവിന്റെ റഹ്മത്ത് എന്ന് പറയുന്നത് ഇങ്ങനെ സമൂഹത്തിൽ നല്ലത് ചെയ്തുകൊണ്ട് ഇടപെടുന്ന ആളുകളുണ്ടെങ്കിൽ അവരോട് അള്ളാഹുവിന്റെ അനുഗ്രഹം അടുത്തു നിൽക്കുന്നുണ്ട് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു തആല നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് സമൂഹത്തിന് ഉപദ്രവമുണ്ടാക്കാതെ, സമൂഹത്തിൽ മറ്റൊരാൾക്ക് പ്രയാസമുണ്ടാക്കാതെ, നമ്മെക്കൊണ്ട് എന്താണോ ചെയ്യാൻ കഴിയുന്നത് ആ രൂപത്തിൽ ഇടപെട്ടുകൊണ്ട്, ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ഒരാളെ കാണുമ്പോൾ അയാളോട് ഒരു സലാമെങ്കിലും പറയാൻ തയ്യാറായിക്കൊണ്ട് ഈ ഒരു രൂപത്തിലാണ് നമ്മളൊക്കെ സമൂഹത്തിൽ ജീവിക്കേണ്ടത്. പല ആളുകളും നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സമൂഹത്തിലേക്ക് നമ്മളൊക്കെ ഒരു ഭാഗത്തേക്ക് അങ്ങോട്ട് ചെല്ലുമ്പോൾ അവിടെ ഒന്നോ രണ്ടോ ആളുകൾ കൂടിയിരിക്കുന്നുണ്ടെങ്കിൽ ഇവൻ ആളെ പരിചയമുള്ള ആളുകളായിരിക്കാം, പക്ഷെ എന്നാൽ പോലും കണ്ട പെരുമാറ്റമില്ലാതെ തിരിഞ്ഞു പോകുന്നത് ഇതൊക്കെ പ്രവാചകചര്യക്ക് എതിരാണ് എന്നുള്ളത് കൃത്യമായി നമ്മളൊക്കെ മനസ്സിലാക്കണം. അതുകൊണ്ട് ആളുകളോട് നല്ല രൂപത്തിൽ സലാം പറഞ്ഞുകൊണ്ടും അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ടും അവർക്കുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം ചെയ്യാൻ സാധിക്കുമെങ്കിൽ ആ പരിഹാരങ്ങളൊക്കെ നൽകിക്കൊണ്ട് ഈ രൂപത്തിലാണ് സമൂഹത്തിൽ ജീവിക്കാൻ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോടൊക്കെ പഠിപ്പിച്ചിട്ടുള്ളത്. അതിൽ പ്രധാനമായി നാം ചെയ്യേണ്ട ചില കാര്യങ്ങൾ, ഒരു ഹദീസിൽ പ്രവാചകൻ മുസ്ലിങ്ങൾ തമ്മിൽ ഇടപെടുമ്പോൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ 6 കാര്യങ്ങളായിട്ട് ഞാൻ ആദ്യമായി നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞു വെച്ചത്. ആ കാര്യങ്ങളിലൊക്കെ ഒരു പ്രത്യേക ശ്രദ്ധ നമ്മളൊക്കെ കൊടുക്കുക. ആ രൂപത്തിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാൻ നമ്മളെല്ലാവരും തയ്യാറാവുക. റബ്ബ് സുബ്ഹാനഹു വ തആല പ്രവാചകചര്യ ജീവിതത്തിൽ അംഗീകരിച്ചുകൊണ്ട് അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന സത്യവിശ്വാസികളിൽ അവൻ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ മുഴുവൻ തെറ്റുകളും അല്ലാഹു തആല നമുക്ക് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മിൽ നിന്ന് രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകളുടെ രോഗങ്ങൾ അല്ലാഹു തആല വേഗത്തിൽ സുഖപ്പെടുത്തി കൊടുക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, കൂട്ടുകുടുംബങ്ങൾ മുഴുവൻ ആളുകളുടെയും പരലോക ജീവിതം അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നിറഞ്ഞതാക്കി കൊടുക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ അശ്ശിർക വൽ മുശ്രിക്കീൻ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم احسن عواقبنا في الأمور كلها وأجرنا من خزي الدنيا وعذاب الآخرة. اللهم أصلح لنا ديننا الذي هو عصمة أمرنا وأصلح لنا دنيانا التي فيها معاشنا وأصلح لنا آخرتنا التي فيها معادنا وجعل الحياة زيادة لنا في كل خير وجعل الموت راحة لنا من كل شر. اللهم مغفرتك أوسع من ذنوبنا ورحمتك أرجى عندنا من أعمالنا. اللهم خفف عنا ثقل الأوزار وارزقنا معيشة الأبرار. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. سبحان ربك رب العزة عما يصفون